എ ഒരു 2/2 മെട്രിക്സ്, R2ന്റെ ഒരു ഓപ്പറേറ്റർ ടി ഡിഫൈൻ ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ. അങ്ങനെയാണെങ്കിൽ ഇത്തരം ട്രാൻസ്ഫോർമേഷൻസിന്റെ അണ്ടറിൽ സ്ട്രേറ്റ് ലൈൻസിന്റെ ഇമേജ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എ എന്നുള്ളത് ഒരു 2/2 ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആയിരിക്കണം, അതായത് നോൺ സിംഗുലർ ആയിരിക്കണം, ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മെട്രിക്സ് ആണ് എ എന്ന് വിചാരിക്കുക. ദെൻ R2വിൽ നിന്നും R2ലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ടി, അതായത് ഓപ്പറേറ്റർ ഓൺ R2 ഡിഫൈൻ ചെയ്യുന്നത് ലെഫ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ. അങ്ങനെയാണെങ്കിൽ ഇത്തരം ട്രാൻസ്ഫോർമേഷൻസിന്റെ അണ്ടറിൽ സ്ട്രേറ്റ് ലൈനിന്റെ ഇമേജ് സ്ട്രേറ്റ് ലൈൻ തന്നെയായിരിക്കും. അപ്പോൾ റിസൾട്ടിങ് സ്ട്രേറ്റ് ലൈനിന്റെ, അതായത് ഈ സ്ട്രേറ്റ് ലൈനിന്റെ ഇമേജ് ആയിട്ട് വരുന്ന പുതിയ സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഒരു എക്സാമ്പിളിലൂടെ അത് മനസ്സിലാക്കാം. ലെറ്റ് ടി ഫ്രം R2 to R2 ഈസ് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ. ഒരു 2/2 മെട്രിക്സ് തന്നിട്ടുണ്ട്, 3 1 2 1. ഫൈൻഡ് ദി ഇക്വേഷൻ ഫോർ ദി ഇമേജ് ഓഫ് ദ ലൈൻ y ഈക്വൽ ടു 2x + 1 അണ്ടർ ദിസ് ട്രാൻസ്ഫോർമേഷൻ. നമുക്കൊരു മെട്രിക്സ് 2/2 മെട്രിക്സ് തന്നിട്ടുണ്ട്, ടി എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ. ഒരു സ്ട്രേറ്റ് ലൈൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ്റെ അണ്ടറിൽ ഈ സ്ട്രേറ്റ് ലൈനിൻ്റെ ഇമേജ് ആയിട്ട് വരുന്ന പുതിയ സ്ട്രേറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം എ എന്നുള്ളത് ഇൻവേർട്ടിബിൾ ആയിരിക്കണം, അതായത് നോൺ സിംഗുലർ ആയിരിക്കണം. അതിനുവേണ്ടി ഡിറ്റർമിനൻ്റ് എ കണ്ടാൽ മതി, നമുക്കറിയാവുന്നതാണ്. ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു 3 × 1 - 1 × 2 ഇസ് ഈക്വൽ ടു 1. നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അതിൽ നിന്നും എ എന്നുള്ളത് നോൺ സിംഗുലർ ആണ്, അതായത് എ ഈസ് ഇൻവേർട്ടിബിൾ. സോ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള ഒരു മെട്രിക്സ് ആണ് എ. ദെൻ ടി ഡിഫൈൻ ചെയ്യുന്നത് ലെഫ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ. അപ്പോൾ അതിനു വേണ്ടി R2വിൽ നിന്ന് ഒരു ആർബിട്രറി പോയിന്റ് XY ചൂസ് ചെയ്യുന്നു. ഓർഡേഡ് പെയർ XY നമുക്ക് മെട്രിക്സ് ആവശ്യങ്ങൾക്ക് വേണ്ടി അതിനെ കോളം വെക്ടർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. ദെൻ ഈ XYയുടെ ഇമേജ് അണ്ടർ ടി കണ്ടുപിടിക്കുന്നത്, അതായത് ടി ഓഫ് കോളം വെക്ടർ XY ഈക്വൽസ് A × XY, 3 1 2 1 ഇൻറ്റു കോളം വെക്ടർ XY. എ എന്നുള്ള 2/2 മെട്രിക്സും ഇതൊരു 2/1 മെട്രിക്സും ആണ്. സോ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 2/1, അതായത് ഒരു കോളം വെക്ടർ കിട്ടും. അപ്പോൾ ആ പുതിയ ഓർഡേഡ് പെയർ XY അതായിരിക്കും ഇതിൻ്റെ ഇമേജ്. അപ്പം ഇങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ ടി ഓഫ് XY ഈക്വൽ ടു A × XY. അപ്പോൾ ഇത്തരം ട്രാൻസ്ഫോർമേഷൻ്റെ അണ്ടറിൽ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ തന്നിട്ടുണ്ട്, y ഈക്വൽ ടു 2x + 1. അപ്പോൾ ആ സ്ട്രേറ്റ് ലൈനിൻ്റെ ഇമേജ് പുതിയൊരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. അതിൻ്റെ ഇമേജ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും A ഇൻവേഴ്സ് ഇവിടെ ആവശ്യം വരും. സോ A ഇൻവേഴ്സ് ആദ്യം തന്നെ കണ്ടുപിടിക്കുന്നു. A ഇൻവേഴ്സ് ഈക്വൽ ടു നമുക്കറിയാം 1 ഡിറ്റർമിനൻ്റ് A ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് A ആണ്. ഡിറ്റർമിനൻ്റ് ഓൾറെഡി കണ്ടു, അത് 1 ആണ്. സോ 1/1 ഇൻറ്റു 2/2 മെട്രിക്സിൻ്റെ കേസിൽ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. മെയിൻ ഡയഗണലിലെ എൻട്രീസ് ഇൻ്റർചേഞ്ച് ചെയ്യുക, 3ഉം 1ഉം ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ഇതുപോലെ വരും. ദെൻ ബാക്കി രണ്ട് എൻട്രീസിൻ്റെയും സൈൻ ചേഞ്ച് ചെയ്താൽ മതി. -1 -2 1/1 1 ആണ്. സോ 1 ഇൻറ്റു ദിസ് 1 ഈക്വൽസ് 1 -1 -2 3. ഇതാണ് ആഡ് ഇൻവേഴ്സ്, അത് നമുക്കിവിടെ ആവശ്യം വരും. ഇനി എങ്ങനെയാണ് ഈ സ്ട്രേറ്റ് ലൈനിൻ്റെ ഇമേജ് ആയിട്ട് വരുന്ന പുതിയ സ്ട്രേറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആ സ്ട്രേറ്റ് ലൈനിൽ നിന്നും ഗിവൺ സ്ട്രേറ്റ് ലൈനിൽ നിന്നും ഒരു ആർബിട്രറി പോയിന്റ് XY ചൂസ് ചെയ്യുന്നു. ബി എ പോയിന്റ് ഓൺ ദ ലൈൻ y ഈക്വൽ ടു 2x + 1. അതിൻ്റെ ഇമേജ് ആണ് ഓർഡേഡ് പെയർ x' y' എന്ന് വിചാരിക്കുക. ബി ഇറ്റ്സ് ഇമേജ് അണ്ടർ ടി. അപ്പം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോളം വെക്ടർ x' y' ഈക്വൽ ടു ടി ഓഫ് XY, അതായത് A × XY ആണ്. സോ 3 1 2 1 ഇൻറ്റു കോളം വെക്ടർ XY. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. x' y' എന്നുള്ളത് XYയുടെ ഇമേജ് അണ്ടർ ടി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ദെൻ ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ A ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാതെ എന്നുള്ള മെട്രിക്സ് ആണ്. സോ A ഇൻവേഴ്സ് ഇൻറ്റു A നമുക്കറിയാം ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. I ഇൻറ്റു കോളം വെക്ടർ XY ചെയ്ത് കഴിഞ്ഞാൽ XY തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നിന്നും ലെഫ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ബൈ A ഇൻവേഴ്സ് ചെയ്യുമ്പോൾ കോളം വെക്ടർ XY ഈക്വൽസ് A ഇൻവേഴ്സ് ഇൻറ്റു കോളം വെക്ടർ x' y'.
സോ എക്സ് വൈ ഈക്വൽസ് എ ഇൻവേഴ്സ് നമുക്ക് ഓൾറെഡി അറിയാം, അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 1 -1 -2 3 ഇൻറ്റു കോളം വെക്റ്റർ എക്സ് ഡാഷ് വൈ ഡാഷ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എക്സ് വൈനെ ഇൻ ടേംസ് ഓഫ് എക്സ് ഡാഷ് വൈ ഡാഷ് എക്സ്പ്രസ് ചെയ്യുകയാണ്. അതിനുശേഷം ഗിവൺ ഇക്വേഷൻ ഓഫ് സ്ട്രേറ്റ് ലൈനിൽ നമുക്ക് y = 2x + 1 എന്നുള്ള ലൈനിൻ്റെ ഇക്വേഷൻ ഉണ്ട്. അതിൽ എക്സിന് പകരം നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ, വൈക്ക് പകരം നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ ഇതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് മെത്തേഡ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ അറിയാവുന്നതാണ്. കോളം വെക്റ്റർ എക്സ് വൈ ഈക്വൽസ് 1 ഇൻറ്റു എക്സ് ഡാഷ് പ്ലസ് -1 ഇൻറ്റു വൈ ഡാഷ്. സെക്കൻഡ് എൻട്രി -2 ഇൻറ്റു എക്സ് ഡാഷ് പ്ലസ് 3 ഇൻറ്റു വൈ ഡാഷ്. സോ കറസ്പോണ്ടിങ് കമ്പോണൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് ഡാഷ് മൈനസ് വൈ ഡാഷ് ആൻഡ് വൈ ഈക്വൽ ടു -2x ഡാഷ് പ്ലസ് 3y ഡാഷ്. ഇത് നമ്മുടെ തന്നിട്ടുള്ള ലൈനിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് y ഈക്വൽ ടു 2x + 1. സോ വൈക്ക് പകരം -2x ഡാഷ് പ്ലസ് 3y ഡാഷ് ഈക്വൽസ് 2 ഇൻറ്റു എക്സ് ആണ്. സോ 2 ഇൻറ്റു എക്സ് ഡാഷ് മൈനസ് വൈ ഡാഷ്. എക്സിന് പകരം എക്സ് ഡാഷ് മൈനസ് വൈ ഡാഷും വൈക്ക് പകരം -2x ഡാഷ് പ്ലസ് 3y ഡാഷ് എന്ന് കൊടുക്കുന്നു. ദെൻ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. -2x ഡാഷ് പ്ലസ് 3y ഡാഷ് ഈക്വൽസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2x ഡാഷ് മൈനസ് 2y ഡാഷ് പ്ലസ് 1. വൈ ഡാഷിൻ്റെ ടേംസ് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു, എക്സ് ഡാഷിൻ്റെ ടേംസ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. 3y ഡാഷ് പ്ലസ് 2y ഡാഷ് എന്നാവും. -2y ഡാഷ് ഇങ്ങോട്ട് പോകുമ്പോൾ സോ 5y ഡാഷ് ഈക്വൽസ് ഇവിടെ 2x ഡാഷ് ഉണ്ട്, ഇവിടെ നിന്ന് -2x ഡാഷ് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 2x ഡാഷ് ആവും. സോ 4x ഡാഷ് പ്ലസ് 1. അപ്പോൾ ഇത്ര ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്സ് ഓൾറെഡി കഴിഞ്ഞു. വേണമെങ്കിൽ ഇതൊന്ന് ഭംഗിയാക്കാൻ വേണ്ടി y = mx + c എന്നുള്ള ഫോർമാറ്റിലേക്ക് ആക്കാൻ വേണ്ടി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ y ഡാഷ് ഈക്വൽ ടു 4/5 x ഡാഷ് പ്ലസ് 1/5 y ഡാഷ് എന്ന് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. സോറി 1/5. ഓക്കെ, ഇനി y ഡാഷിന് പകരം വൈയും എക്സ് ഡാഷിന് പകരം എക്സ് എന്നും റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. y ഈക്വൽ ടു 4/5 x പ്ലസ് 1/5 be the equation of required image. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സ്ട്രേറ്റ് ലൈനിൻ്റെ ഇമേജ് ആയിട്ട് അണ്ടർ ടി ഇമേജ് ആയിട്ട് വരുന്ന പുതിയ സ്ട്രേറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മെത്തേഡ്. എക്സ് വൈനെ എക്സ് ഡാഷ് വൈ ഡാഷ് എന്നുള്ളത് ഓർഡേഡ് ബൈ എക്സ് വൈയുടെ ഇമേജ് ആയിട്ട് എടുക്കുന്നു. എക്സ് വൈ എന്നുള്ളത് സ്ട്രേറ്റ് ലൈനിൽ ഒരു ആർബിട്രറി പോയിന്റ്. ദെൻ എക്സിനെയും വൈനെയും ഇൻ ടേംസ് ഓഫ് എക്സ് ഡാഷ് വൈ ഡാഷ് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നു. ദെൻ ഗിവൻ സ്ട്രേറ്റ് ലൈനിൻ്റെ ഇക്വേഷനിൽ അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇമേജ് ആയിട്ട് വരുന്ന സ്ട്രേറ്റ് ലൈനിൻ്റെ ഇക്വേഷനായി. ഓക്കെ, സോ പുതിയൊരു ക്വസ്റ്റ്യൻ ഞാനിവിടെ മെട്രിക്സ് എയും പുതിയ നമുക്ക് ആവശ്യമായിട്ടുള്ള ലൈനും മാത്രമേ എഴുതുന്നുള്ളൂ. ബാക്കിയെല്ലാം സിമിലർ ആണ്. എ എന്നുള്ളത് 5 2 2 1 ആൻഡ് ലൈനിൻ്റെ ഇക്വേഷൻ y ഈക്വൽ ടു 4x. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എ എന്നുള്ളത് ഒരു മെട്രിക്സ്, ടി എന്നുള്ളത് R2 ഡിഫൈൻ ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ തന്നിട്ടുള്ളൊരു സ്ട്രേറ്റ് ലൈൻ, അതിൻ്റെ ഇമേജ് അണ്ടർ ആ ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കുവാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഞാനവിടെ ആവശ്യമുള്ളത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ഇത് നോൺ സിംഗുലർ ആണോ, അതായത് ഇൻവേർട്ടിബിൾ ആണോ എന്ന് നോക്കണം. സോ ഡിറ്റർമിനൻ്റ് കാണാം. 5 × 1 -2 × 2. സോ 5 - 4 1 എന്ന് കിട്ടും. നോട്ട് ഈക്വൽ ടു 0 ആണ്. എ ഈസ് ഇൻവേർട്ടിബിൾ. സോ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ടി. നേരത്തെ പോലെ ലെറ്റ് എക്സ് വൈ ബി എനി പോയിന്റ് ഓൺ ദ ലൈൻ y ഈക്വൽ ടു 4x ആൻഡ് x ഡാഷ് y ഡാഷ് ബി ഇറ്റ്സ് ഇമേജ് under given transformation. ഇനി നമുക്ക് എയുടെ ഇൻവേഴ്സോടെ ആവശ്യമുണ്ട്. ഇൻവേഴ്സ് ഈക്വൽ ടു 1 ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ 1/1 ഇൻറ്റു 5ഉം 1ഉം ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ
ബാക്കി രണ്ട് എൻട്രീസിൻ്റെയും സൈൻ ചേഞ്ച് ചെയ്യുന്നു. സോ ആഡ് ഇൻവേഴ്സ് 1 -2 -2 5 ഇതാണ് ആഡ് ഇൻവേഴ്സ്. ഇനി നേരത്തെ പോലെ തന്നെ എക്സ് ഡാഷ് വൈ ഡാഷ് ഈക്വൽസ് എ ഇൻറ്റു ഓർഡേഡ് പെയർ എക്സ് വൈ. സോ 5 2 2 1 ഇൻറ്റു എക്സ് വൈ കോളം വെക്ടർ എക്സ് വൈ. ഇതിൽ നിന്നും നേരത്തെ പറഞ്ഞതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കോളം വെക്ടർ എക്സ് വൈ ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഡാഷ് വൈ ഡാഷ്. ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 1 -2 -2 5 ഇൻറ്റു എക്സ് ഡാഷ് വൈ ഡാഷ്. സോ എക്സ് വൈ ഈക്വൽസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എക്സ് ഡാഷ് -2 വൈ ഡാഷ്. ഇവിടെ -2 എക്സ് ഡാഷ് പ്ലസ് 5 വൈ ഡാഷ്. സോ -2 എക്സ് ഡാഷ് പ്ലസ് 5 വൈ ഡാഷ്. സോ എക്സ് ഈക്വൽ ടു എക്സ് ഡാഷ് -2 വൈ ഡാഷും y ഈക്വൽ ടു -2 എക്സ് ഡാഷ് പ്ലസ് 5 വൈ ഡാഷും. ഇനി നമ്മുടെ ഇക്വേഷനിൽ y ഈക്വൽ ടു 4x എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ y ഈക്വൽ ടു 4x. അതിൽ yക്ക് പകരം -2 എക്സ് ഡാഷ് പ്ലസ് 5 വൈ ഡാഷ് ഈക്വൽസ് 4 ഇൻറ്റു എക്സ് ഡാഷ് -2 വൈ ഡാഷ്. അപ്പം അതായത് -2 എക്സ് ഡാഷ് പ്ലസ് 5 വൈ ഡാഷ് ഈക്വൽസ് 4x ഡാഷ് -8 വൈ ഡാഷ്. വൈ ഡാഷിൻ്റെ ടേംസ് ഇങ്ങോട്ട് കൊണ്ടുവരിക. 5 വൈ ഡാഷ് ഉണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ -8 വൈ ഡാഷ് പ്ലസ് 8 വൈ ഡാഷ് ആവും. സോ 13 വൈ ഡാഷ് ഈക്വൽസ് 4x ഡാഷ് പ്ലസ് 2x ഡാഷ്. സോ 6x ഡാഷ്. അപ്പോൾ അതിൽ നിന്നും y ഡാഷ് ഈക്വൽ ടു 6/13 എക്സ് ഡാഷ്. എക്സ് ഡാഷിന് പകരം എക്സും വൈ ഡാഷിന് പകരം വൈ എന്നും റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും y ഈക്വൽ ടു 6/13 എക്സ് ഈസ് ദി ഇക്വേഷൻ ഓഫ് റിക്വയർഡ് ലൈൻ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇത്തരം ട്രാൻസ്ഫോർമേഷൻസിൻ്റെ അണ്ടറിൽ സ്ട്രേറ്റ് ലൈൻസിൻ്റെ ഇമേജ് കണ്ടുപിടിക്കുന്നത്.